ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഈശോ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നിട്ട് കൂടി ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ സംഭവത്തിലൂടെ അതിൻ്റെ വാക്യാർത്ഥമല്ല, മറിച്ച് ആന്തരികമായ അർത്ഥമാണ് നാം മനസ്സിലാക്കേണ്ടത്. ആരാണ് അത്തിവൃക്ഷം? ഞാനും നിങ്ങളും അടങ്ങുന്ന പുതിയ ഇസ്രായേലാണ് അത്തിവൃക്ഷം. ദൈവം നമ്മിൽ നിന്നും ഫലങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂദാശകളിലൂടെയും വചനത്തിലൂടെയും മറ്റും വെള്ളവും വളവും നൽകി നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം നാം ചിന്തിച്ചു നോക്കുക. ഈ നോമ്പ് കാലത്ത് ആത്മാർത്ഥമായി നമുക്ക് ധ്യാനിക്കാം. എൻ്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.